ഞാൻ ഒരു ഉറപ്പ് വരെ ഈ ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ, ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ. ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു, സത്യം പറയാമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നു കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ചാടി വരുന്നു ഗ്യാങ് മെമ്പേഴ്സ്. ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു, എന്നിട്ട് നമ്മൾ പഴയ പോലെ ഫൺ എൻ്റർടൈനിങ് ലൈവ് കൊണ്ടുവന്നു. ഞാൻ ആഗ്രഹിച്ചു തോന്നുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിൻ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കാം. അല്ലല്ല, ഞാൻ പറയുന്ന ഓരോ വേർഡ്സിനും പ്രൂഫ് ആയിട്ട് ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പോലും ഞാൻ പ്രൂഫില്ലാണ്ട് പറയില്ല. ഓക്കെ, ഈ ലൈവ് തുടങ്ങി തീരുന്നവരെ ഒരു സെൻറ്റൻസ് പോലും. ഇപ്പം ഷമീർ ഇന്നലെ ലൈവ് ചെയ്തു 2 മണിക്കൂർ ഇരുന്ന് പാച്ചക്കള്ളം സംസാരിച്ചു എന്നെക്കുറിച്ച്. പാച്ചക്കള്ളം 2 മണിക്കൂർ. ഓക്കെ, ഞാൻ ഇത് എത്ര സമയം ലൈവ് ചെയ്യുന്ന അറിയില്ല. 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറിൽ ഓരോ സെൻറ്റൻസിനും ഞാൻ പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും. ഓക്കെ, ഓൻ ആ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത് ഓൻ്റെ ആഡ്സെൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ. നോ ബ്രോ, സോളിഡ് പ്രൂഫ്. കറക്റ്റ് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. ഞാൻ ഒരു ഉറപ്പ് വരെ ഈ ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ, ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ. ഓക്കെ, സ്ക്രിപ്റ്റ് ഓക്കെ, ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് കിട്ടട്ടെ. എനിക്കിത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടോ മോനെ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പോയിക്കോളും. മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 3500+ സോളിഡ് പ്രൂഫുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 3182 ഓഡിയോസാണ്, കോൾ റെക്കോർഡിങ്സും അല്ലാത്ത വാട്സപ്പ് ഓഡിയോസും അതും ഇതൊക്കെ ആയിട്ട്. ബാക്കി ഒരുപാട് വീഡിയോസ്, കുറേ സ്ക്രീൻഷോട്ട്സ്, പിന്നെ ബാക്കി ലൈവ് പ്രൂഫായിട്ടും കാണിക്കാൻ പറ്റും. അത്രയും സാധനങ്ങളുണ്ട്. അതൊരിക്കലും ഈ 1-2 മണിക്കൂറിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്കി നാളെ റാംബോ ശരത്ത് വന്നിട്ട് തീർക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും വിട്ടുപോകും. ഞാൻ വിട്ടുപോകുന്നതൊക്കെ നാളെ ശരത്ത് ലൈവ് വന്നിട്ട് കവർ ചെയ്തോളും. ഓക്കെ, ഞാൻ എന്തായാലും കുറേ കാര്യങ്ങൾ എന്തായാലും ഇത് ഫുൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, മമ്മു ഹൗസ്. ഓക്കെ, മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ ഓൻ്റെ വീട് ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ ഇടക്കാണ് 3 മാസം മുമ്പ് ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. വെറും ഒരു ഗൂഗിൾ പേയിലെ കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിനക്ക് വേറൊരു ഗൂഗിൾ പേ. എടാ ശരത്ത ഇതിൽ സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട.
ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ. ഇതാ മുഹമ്മദ് കെ, മമ്മൂൻ്റെ അക്കൗണ്ടായത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഉണ്ട്. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേർത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ, അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് വെക്കണേ. ഇതോ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. നമുക്കിത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവർ വേണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ചു തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ എവിടെ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്തൊന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ തുറന്ന്, ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാ. ഓക്കെ, എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ചക്കള്ളാന്നത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എൻ്റെ ഗുഡിന് വേണ്ടിട്ട് ഞാൻ എന്തിനാടാ അവരെ തീറ്റിപ്പോയിട്ടെന്ന്? അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുത്ത് എനിക്കറിയില്ലല്ലോ. വെഡിങ്ങാ? ആരെ വെഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതെടാ പേഴ്സണൽ. ഇത് ഷമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓള് ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അടി ഇവർക്ക് പൈസയെ വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ഇതൊക്കെ ഇവിടെ പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചില്ല. ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ. ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷെ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലായോ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്. എൻ്റെ ഈ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ, ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ഓൻ ചിന്തിച്ചില്ലെങ്കിൽ
ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവന് എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ ഓനെന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചതെന്ന്. അല്ല, ഞാൻ നിർബന്ധിച്ച് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചതെന്ന്. എന്താ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് വരുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫാണ് ഉള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇട്ടിരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഓക്കെ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന് ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അല്ല അതിന് മുന്നേ ഒരു കാര്യം പറയാം. യൂട്യൂബ് ചാനലിൻ്റെ ഈ ലൈവിൻ്റെ എല്ലാം കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഷമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷമീർ, ഫസൽ, മുനു, നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഷമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഒരു 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ വന്നിട്ട് മുനുവിനെ പോലും ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല, അവൻ്റെ ബാക്കിൽ നിന്നേ പോകില്ല. അവനക്ക് വ്യൂസോ, അവനക്ക് പൈസയോ, അവനക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നതുകൊണ്ട് എൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഒരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് പറഞ്ഞ കുറേ ലോങ്ങായിപ്പോൾ ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത് ഞാൻ ഇതായിക്കതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷമാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനമൊന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ടി വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് വേണ്ടിയാണ്. ഓക്കെ, 3 മാസം മുമ്പ് അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ചക്കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ചു കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ സ്ക്രിപ്റ്റിംഗ് ടു സ്ക്രിപ്റ്റ്. ഓക്കെ, ഈ ഞാൻ പറയുന്ന ഈ ലൈവ് തീരുന്നവരെ സ്ക്രിപ്റ്റ് എന്നുള്ള കമൻറ്റ് എന്തായാലും വരും. അല്ല തീരുന്നവരെ ഉണ്ടാവില്ല കേട്ടോ. തീരുന്നവരെ സ്ക്രിപ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറും. കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിടുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള വാക്കേ മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ നിർത്തിയത്. ഇവൻ തിരിച്ചു വന്ന് ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവൻ ബാക്കിൽ നിന്ന് പണി തുടങ്ങി. മനസ്സിലാവും? ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നതെന്ന് ഓൻ പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ എല്ലാം ഇടുന്നത്, സ്ക്രിപ്റ്റ് ഇടുന്നത് ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ കേട്ടാന്നല്ലോ. 4 ലക്ഷം രൂപ എൻ്റെ കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ എല്ലാം ഇടുന്നത്, സ്ക്രിപ്റ്റ് ഇടുന്നത് ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ കേട്ടാന്നല്ലോ. 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാന്നല്ലോ. അല്ല, എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം PC-യിൽ ഇവൻ കാണിക്കുകയും ചെയ്തു. അല്ല, ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള. എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല.
100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാനിവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫാണ്, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പം കാണിക്കും. ഓക്കെ, അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ആ ഹിസ്റ്ററി കാണിക്കണം, നിൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാണോ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാണോ വിളിക്കുന്നത്. ഇവൻ്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം.